ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി ഭൂമിയിൽ തനിക്ക് താമസിക്കാൻ പറ്റിയൊരു വീട്. അത് തേടിയിറങ്ങുന്നു. ഐശ്വര്യവും സമാധാനവും ഒരു വീട്ടിലേക്ക് ക്ഷണിക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളതിനുള്ള ഒരു വഴികാട്ടി കൂടിയായിരിക്കാം ദേവി ആദ്യം കാണുന്ന വീട്ടിലെ കാഴ്ച. അതത്ര സുഖകരമല്ല. സൂര്യൻ ഉദിച്ചിട്ടും വീട്ടിലുള്ളവരെല്ലാം കൂർക്കം വലിച്ചുറങ്ങുവാണ്. സൂര്യോദയത്തോടെ ഒരു പുതിയ ദിവസം ആരംഭിക്കുന്നു. ആ ഒരു ഊർജ്ജത്തെ സ്വീകരിക്കാൻ തയ്യാറാവാതെ മടിപിടിച്ചിരിക്കുന്നത് അതൊരു തരം നിശ്ചലാവസ്ഥയാണ്. ആ ദിവസത്തെ അവസരങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പാണ് ആ പ്രഭാതത്തിലെ ഉണർവ്. ആ തയ്യാറെടുപ്പില്ലാത്ത ഒരിടത്തേക്ക് ഒരു പുതിയ ഊർജ്ജവും കടന്നുവരില്ല. രണ്ടാമത്തെ വീട്ടിലെ കാഴ്ച കുറച്ചുകൂടി സങ്കടകരമാണ്. എന്താന്ന് വെച്ചാൽ അവിടെ ഐശ്വര്യത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവരൊരു തരത്തിൽ നശിപ്പിച്ചു കളയുകയാണ്. വീട് നിറയെ അഴുക്കും ചേറും. ഇവിടെയാണ് ശുചിത്വം എന്ന ആശയം വരുന്നത്. ഇത് വെറും ശരീരം വൃത്തിയാക്കുന്നതിനെക്കുറിച്ചോ വീട് തൂക്കുന്നതിനെക്കുറിച്ചോ മാത്രമല്ല. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ്. അലങ്കോലപ്പെട്ട വൃത്തിയില്ലാത്തൊരിടം അലങ്കോലപ്പെട്ട ഒരു മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഭൗതികമായ രൂപമാണ് ഈ അഴുക്കും മാലിന്യവും. ആദ്യം സമയനിഷ്ഠയില്ലായ്മ, അത് വ്യക്തിപരമായ അലസത. രണ്ടാമത്തേത് ശുചിത്വമില്ലായ്മ, അത് ചുറ്റുപാടുകളോടുള്ള അനാസ്ഥ. ഈ രണ്ട് കാര്യങ്ങളും ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്കാണ് മൂന്നാമത്തെ വീട് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ പ്രശ്നം ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക്. ഒരു വീട് എന്നത് വെറും കെട്ടിടമല്ലല്ലോ, അതൊരു വൈകാരികമായ ഇടം കൂടിയാണ്. അവിടെ സമാധാനവും സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. കലഹത്തിന്റെ ശബ്ദം മുഴങ്ങുന്ന ഒരിടത്ത് ഐശ്വര്യത്തിന് നിലനിൽക്കാനാവില്ല. സ്ത്രീകൾ മുടി അഴിച്ചിടുന്നത് ദുഃഖത്തിൻ്റെയോ ദുരിതത്തിൻ്റെയോ അങ്ങേയറ്റത്തെ മാനസിക സംഘർഷത്തിൻ്റെയോ അടയാളമാണ്. അങ്ങനെയുള്ളൊരിടത്ത് ഐശ്വര്യം എങ്ങനെയാണ് വസിക്കുക? അങ്ങനെ 3 വീടുകളും അവയുടെ കുറവുകൾ കൊണ്ട് തിരസ്കരിക്കപ്പെട്ടു. മടി, വൃത്തിക്കേട്, കലഹം. അതിനുശേഷമാണ് ദേവി 4ാമത്തെ വീട്ടിലെത്തുന്നത്. ആ വീട്ടിലേക്ക് അടുക്കുമ്പോൾ തന്നെ വാതിൽക്കൽ മനോഹരമായ ഒരു പൂക്കളം. ആ പൂക്കളം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ വീട്ടിലുള്ളവർക്ക് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുമുണ്ടെന്ന്. പൂജാമുറിയിൽ ദീപം പ്രകാശിക്കുന്നു. വീട്ടമ്മ ഭക്തിയോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. മുൻപത്തെ വീടുകളിൽ ഇല്ലാതിരുന്ന ശാന്തതയും ഭക്തിയും സൗന്ദര്യവുമെല്ലാം ഇവിടെ ഒരുമിക്കുകയാണ്. ലക്ഷ്മീദേവി വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അതായത് ഐശ്വര്യം എന്നത് നാം തേടിപ്പോകേണ്ട ഒന്നല്ല, നമ്മളിലേക്ക് വന്നു ചേരേണ്ട ഒന്നാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് നാം ചെയ്യേണ്ടത്. വീട് വൃത്തിയാക്കുന്നതോ വിളക്ക് വയ്ക്കുന്നതോ മറ്റൊരാളോട് സ്നേഹത്തോടെ പെരുമാറുന്നതോ വെറും സാധാരണ പ്രവൃത്തികളല്ല, മറിച്ച് ഐശ്വര്യത്തെ ക്ഷണിച്ചു വരുത്തുന്ന പവിത്രമായ കർമ്മങ്ങളായി നമുക്ക് തോന്നും. അതിനാൽ ലക്ഷ്മി ദേവി എവിടെയും എപ്പോൾ വേണമെങ്കിലും നമ്മെ വന്ന് അനുഗ്രഹിക്കാം. ശുചിത്വവും ഭക്തിയുമുള്ള വീടുകളിൽ മാത്രമേ ലക്ഷ്മി ദേവി കുടികൊള്ളുകയുള്ളൂ.